ഈ മാസം 11-ാം തീയതി ഉച്ചയ്ക്ക് 1:29 ഞാനിപ്പോൾ നിൽക്കുന്ന ചടയമംഗലം പോലീസ് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ആ എഫ്ഐആറിൽ പറയുന്നത് ആൾ മാറി ഒരു യുവാവിൻ്റെ വീട്ടിൽ കയറി അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു, കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചു, ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അസഭ്യം പറഞ്ഞു, കയ്യേറ്റം ചെയ്തു. അതിൽ 5 പ്രതികളുണ്ട്. പക്ഷേ ഇതുവരെ ഒരു പ്രതിയെ പോലും പിടികൂടാൻ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല. പ്രതികളെ പിടികൂടാത്തതിന് കൃത്യമായ കാരണമുണ്ട്. കാര്യം ഈ കേസിലെ 1-ാം പ്രതി എന്ന് പറയുന്നത് ഈ സ്റ്റേഷനിൽ എസ്.ഐ ആയിരുന്ന, ഇപ്പോൾ കാട്ടാക്കടയിൽ എസ്.ഐ ആയിട്ടുള്ള മനോജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അയാൾ ഗുണ്ടകളുടെ സഹായത്തോടു കൂടി പ്രതിയെ പിടിക്കാൻ പോയി, പക്ഷേ ആൾ മാറിപ്പോയി. അങ്ങനെയാണ് ഒരു യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്നത്. എഫ്ഐആർ ഇട്ട് ഏതാണ്ട് 12 ദിവസമാകുന്നു. ഇതുവരെ മനോജിനെ ചോദ്യം ചെയ്യാൻ പോലും ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. ഇപ്പോഴും കാട്ടാക്കട സ്റ്റേഷനിൽ മനോജ് ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് കേസൊക്കെ കൊടുത്തിട്ട് 10-20 ദിവസമായി. അതിന് നിയമ നടപടിയില്ല, ഒന്നുമില്ല. പോലീസുകാർ പിന്നെ അതിന് വേണ്ടി ചെറുതായിട്ടൊരു എഫ്ഐആർ ഇട്ടിട്ട് അവർ എഫ്ഐആറിൻ്റെ അനുസരിച്ച് ഈ പ്രതികളെ പിടിക്കുന്നുമില്ല. അവർ പിന്നെ നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നടക്കുക. ദളിത് പീഡന നിരോധന നിയമമടക്കം ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് 1-ാം പ്രതി എസ്.ഐ മനോജ് അടക്കമുള്ള 5 പ്രതികൾക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. സാധാരണക്കാരൻ്റെ പേരിലായിരുന്നു ഇത്തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയതെങ്കിൽ ഈ പോലീസുകാർ ചെയ്യുന്ന രീതി ഇങ്ങനെ ആയിരിക്കുമോ? ഒരിക്കലുമില്ല. കേസിലെ പ്രതി സാധാരണക്കാരനായിരുന്നുവെങ്കിൽ എപ്പോഴേ അറസ്റ്റ് നടന്നേനെ. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ലല്ലോ. പ്രതി എസ്.ഐ അല്ലേ. അതുകൊണ്ടുള്ള സംരക്ഷണമാണ് ഈ സ്റ്റേഷനിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്നത്. ഈ ഗുണ്ടകൾ പറയുന്നു, നിങ്ങൾ എത്ര ഉച്ചകുത്തി നിന്നാലും ഈ കേസ് നടക്കില്ല, ഇത് പോലീസുകാരുള്ളത് കൊണ്ട് നടക്കില്ലെന്നാണ് പറയുന്നത്. കേസ് ഒത്തുതീർപ്പാക്കാനുള്ള നിരന്തര സമ്മർദ്ദങ്ങളുണ്ടെന്ന് കുടുംബം പറയുന്നു. എസ്.ഐ മനോജിനെതിരായി കൊട്ടാരക്കര ഡിവൈഎസ്പി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. ക്രിമിനൽ കേസിൽ പ്രതിയായാൽ ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം എന്നാണ് ചട്ടം. എന്നാൽ അക്കാര്യത്തിൽ പോലും യാതൊരു നടപടിയുമില്ല. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന ഗുണ്ടകളെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നുമില്ല. ക്യാമറമാൻ ഷാനവാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.